ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഡി മണിയുടെ വീട്ടിലും സ്ഥാപനത്തിലും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന. ചെന്നൈയിലെ ഓഫീസിലും ഡിണ്ടിഗലിലെ വീട്ടിലുമാണ് പരിശോധന നടക്കുന്നത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് മനീഷ് മഹിപാൽ ചേരുന്നു. മനീഷ്, ഈ പരിശോധനയുടെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ബി ദിലീപ് കുമാർ, നിലവിൽ SITയുടെ പരിശോധന ഒരേ സമയത്ത് 3 ഇടങ്ങളിലാണ്. ചെന്നൈയിൽ നിലവിൽ ബാലമുരുകൻ എന്ന യഥാർത്ഥ പേരുള്ള ഡി മണി അല്ലെങ്കിൽ ഡയമണ്ട് മണി എന്നൊക്കെ തന്നെ വിളിപ്പേരുള്ള ഇയാളുടെ ചെന്നൈയിലെ ഓഫീസിൽ ഇന്നലെ മുതൽ തന്നെ പരിശോധന ആരംഭിച്ചിരുന്നു. ഇപ്പോഴിതാ ഡിണ്ടിഗലിലെ ഇയാളുടെ വീട്ടിൽ പരിശോധന ഇന്ന് പുലർച്ചെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇയാളുടെ കൂട്ടാളി, നേരത്തെ ഇറിഡിയം തട്ടിപ്പ് കേസിലെ പ്രതി കൂടിയായിട്ടുള്ള ഈ ബാലമുരുകന്റെ കൂട്ടാളി, ഇത്തരത്തിൽ സ്വർണ്ണക്കടത്ത് അല്ലെങ്കിൽ വിഗ്രഹക്കടത്തിന്റെ പ്രധാനപ്പെട്ട ഇടനിലക്കാരൻ കൂടിയായിട്ടുള്ള ശ്രീകൃഷ്ണന്റെ വീട്ടിലും ഡിണ്ടിഗലിലെ വീട്ടിലും പരിശോധന നടക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ലഭ്യമായിട്ടുണ്ട്. മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വെളിപ്പെടുത്തിയ ഒരു വിദേശ വ്യവസായിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നിലവിൽ ചെന്നൈയിലും ഡിണ്ടിഗലുമായിട്ട് നടക്കുന്നത്. വിരുദ്ധനഗറിലും എത്തി ഇവർക്ക് സ്ഥാപനം ഉണ്ടെന്ന് പറഞ്ഞ് അവിടെയും പരിശോധന നടത്താൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അവിടെ ഇവർക്ക് സ്ഥാപനം ഇവരുടെ പേരിലില്ല. കാരണം ഈ ഡി മണിയുടെ പേരിൽ പല പേരുകളിൽ ഇയാൾക്ക് സ്ഥാപനങ്ങളുണ്ട്, ബിനാമി ഇടപാടുകളുണ്ട്. ഇയാളൊരു വജ്ര വ്യാപാരി എന്ന രീതിയിലാണ് പോലീസിന് അല്ലെങ്കിൽ മൊഴി നൽകിയിട്ടുണ്ടെങ്കിൽ കൂടി ഇയാൾ ഈ പുരാവസ്തുമായി ബന്ധപ്പെട്ട വലിയ മാഫിയയുടെ തലവനാണെന്നുള്ള വിവരം ലഭ്യമായിട്ടുണ്ട്. നേരിട്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധിപ്പിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ഈ ഘട്ടത്തിൽ SITക്ക് ലഭ്യമായിട്ടില്ല. നിലവിൽ സ്വർണ്ണക്കടത്തുമായി തങ്ങൾക്ക് ബന്ധമില്ലെന്നാണ് രണ്ടുപേരും മൊഴി നൽകിയിട്ടുള്ളത്. പക്ഷേ SIT ഇത് വിശ്വാസത്തിലെടുത്തിട്ടില്ല. കാരണം ശബരിമലയുമായി ബന്ധിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഇവർക്ക് പങ്കുണ്ടെന്ന് SIT വിശ്വസിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇവർ ഇടയ്ക്ക് ചില സമയങ്ങളിൽ ബന്ധപ്പെട്ടിട്ടുള്ളതിന്റെ തെളിവുകൾ ലഭ്യമായിട്ടുണ്ട്. പക്ഷേ എന്തിനു വേണ്ടി ബന്ധപ്പെട്ടിട്ടുണ്ട് അടക്കമുള്ള കാര്യങ്ങൾ, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എന്തെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് നിലവിൽ ഇവരുടെ സ്ഥാപനങ്ങളിലും വീടുകളിലും പരിശോധന നടത്തുന്നത്. നിലവിൽ ഈ വിദേശ വ്യവസായിയുടെ മൊഴി അനുസരിച്ച് 1000 കോടി രൂപ. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് തിരുവനന്തപുരത്ത് നിന്ന് മനീഷ് മഹിപാൽ നൽകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഡി മണിയുടെ വീട്ടിലും ഓഫീസിലും പ്രത്യേക അന്വേഷണ സംഘം ഡിണ്ടിഗലിലും ചെന്നൈയിലുമായി പരിശോധന നടത്തുന്നു എന്ന വിവരമാണ് തിരുവനന്തപുരത്ത് നിന്ന് മനീഷ് മഹിപാൽ റിപ്പോർട്ട് ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.